ഓം പരാശരേശ്വരായ നമോ. എല്ലാവർക്കും വണക്കം. നമ്മൾ അംശകം വെച്ചുകൊണ്ട് തൊഴിൽ കണ്ടുപിടിക്കുന്ന രീതിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് ജീവാംശം, ശുക്രാംശം, ശനിയാംശം ഇതുകൊണ്ട് എങ്ങനെ തൊഴിൽ കണ്ടെത്താം നോക്കാം. ലഗ്നത്തിന്റെ 10ാം ഭാവം എന്നതും ചന്ദ്രാല് 10ാം ഭാവം എടുക്കാറുണ്ട്. ലഗ്നത്തിന്റെ 10ാം ഭാവം എന്നത് കർമ്മം. ഇവിടെ കർമാധിപൻ ബുധൻ. ബുധൻ അംശിക്കുന്ന രാശി ധനുരാശിയാണെങ്കിൽ ജീവാംശമായി, മീനരാശിയാണെങ്കിൽ ജീവാംശമായി, വ്യാഴത്തിന്റെ അംശമായി. ബുധൻ അംശിക്കുന്നത് ശനിയുടെ രാശിയാണെങ്കിൽ സൗരാംശമായി അല്ലെങ്കിൽ മന്ദാംശമായി അല്ലെങ്കിൽ ശനിയാംശമായി എന്ന് വേണമെങ്കിൽ പറയാം. ബുധൻ അംശിക്കുന്നത് വൃഷഭരാശിയിലോ തുലാരാശിയിലോ ആണെങ്കിൽ കാവ്യാംശമായി. അപ്പോൾ ഈ അംശം എന്തെല്ലാം ഫലം തരും എന്നുള്ളതാണ്. ഇത് വരാഹമിഹിരാചാര്യൻ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ചിട്ട് എന്നെ പറയണത്, ജീവാംശേ ദ്വിജ വിഭുത കരാതി ധർമ്മേ, ദ്വിജ വിഭുത കരാതി ധർമ്മേ. ജീവാംശമാണെങ്കിൽ ദ്വിജൻ എന്ന് പറഞ്ഞ ബ്രാഹ്മണൻ, വിഭുതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആത്മീയമായ കാര്യങ്ങളിൽ ഇടപെട്ടവര്, പൂജാരിമാര്, താന്ത്രികന്മാര്, എന്തെങ്കിലും പൗരോഹിത്യം വഹിക്കുന്നവര്, ഇതെല്ലാം വിഭുതന്മാരാണ്. ദ്വിജ വിഭുത കരാതി ധർമ്മേ. ധർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷേത്രകാര്യങ്ങള്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങള്, ഹോമങ്ങൾ, യജ്ഞങ്ങൾ ഒക്കെ ഉൾപ്പെടുന്ന മതപരമായിട്ടുള്ള ഏത് കാര്യങ്ങളും ധർമ്മേ എന്നുള്ള അർത്ഥം കൊണ്ട് എടുക്കാം. ഒരാളെ പഠിപ്പിക്കുന്നത് പോലും ധർമ്മമാണെന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അപ്പൊ ജീവാംശമാണെങ്കിൽ വ്യാഴത്തിന് പറഞ്ഞിട്ടുള്ള ടീച്ചിങ്ങോ ആത്മീയമായിട്ടുള്ള പല മേഖലകളിൽ നിന്നുകൊണ്ടോ, പൂജ ചെയ്തുകൊണ്ടോ, പൗരോഹിത്യം വഹിച്ചുകൊണ്ടോ, ആത്മീയ കാര്യങ്ങളിൽ ഈടുപെട്ടുകൊണ്ടോ, ജ്യോതിഷത്തിൽ തന്നെ ഉന്നതമായിട്ടുള്ള തലത്തിൽ നിന്നുകൊണ്ട് പ്രശ്നാദി കർമ്മങ്ങളൊക്കെ നടത്തിക്കൊണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള വഴിയിലൂടെ ധനം സമ്പാദിക്കാം എന്നാണ് പറയുന്നത്. അടുത്ത എന്താ? കാവ്യാംശേ മണി രജതാദി ഗോമഹിഷേ. കാവ്യാംശമാണെങ്കിൽ, ശുക്രന്റെ അംശമാണെങ്കിൽ, ഈ 10ാം ഭാവം വന്നിട്ട് നിൽക്കുന്ന രാശി ശുക്രന്റെ രാശികളിലാണെങ്കിൽ അപ്പൊ ശുക്രാംശമാവും. ശുക്രാംശമായ കാവ്യാംശമാണെങ്കിലോ മണി, മണി എന്ന് പറഞ്ഞ രത്നങ്ങള്, രജതാദി എന്ന് ഉദ്ദേശിക്കുന്നത് രജതം മുതലായിട്ടുള്ള ആഭരണങ്ങള്, രജതം മുതലായിട്ടുള്ള ലോഹങ്ങൾ കൊണ്ടുള്ള ആഭരണങ്ങൾ എടുക്കണം. അപ്പൊ ആഭരണാദികളും രത്നങ്ങളും ആഢയാദികളും മനോഹരമായിട്ടുള്ള വേഷവിധാനങ്ങളോടുകൂടിയ ഏതും. അപ്പോൾ തുണിക്കച്ചവടം വേണേ എടുക്കാം. ചന്ദ്രന് തുണിക്കച്ചവടം ഉണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഡ്രസ്സുകളോ, ലക്ഷൂറിയസ് ആയിട്ടുള്ള രത്നങ്ങളോ, ലക്ഷൂറിയസ് ആയിട്ടുള്ള ആഭരണങ്ങളോ ഇതെല്ലാം എടുക്കാം. വാഹനാദി കാര്യങ്ങളോ ഒക്കെ എടുക്കാം. പിന്നെ ഇവിടെ ഗോമഹിഷി, അത് പഴയ കാലത്താണ്. ഗോ എന്ന് പറഞ്ഞ പശുക്കൾ, മഹിഷി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഗോയോ മഹിഷോ ഇതെല്ലാം പശു കന്നുകാലികളെ കൊണ്ടിട്ടുള്ളതൊക്കെ ധനലാഭമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ കന്നുകാലിയും ഇക്കാലത്ത് എടുക്കാമെങ്കിലും ഇക്കാലത്ത് നമ്മൾ വാഹനങ്ങളൊക്കെയാണ് കൂടുതൽ എടുക്കുക. ലക്ഷൂറിയസ് ആയിട്ടുള്ള വാഹനങ്ങൾ കൊണ്ടുള്ള പരിപാടികൾ, ഡിസൈനിങ്. അപ്പൊ കാലത്തിന് ഉകந்த തരത്തിൽ ശുക്രന്റെ കാരകത്വം എടുത്തോളണം. ശുക്രന്റെ ഒക്കെ കാരകത്വം ഞാൻ പഴയ വീഡിയോയിലൊക്കെ വളരെ പലയിടങ്ങളിലും ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് ഒത്തിരി കാരകത്വം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വരാഹമിഹിരാചാര്യൻ ഇതിൽ ഒതുക്കിയെന്നല്ല, മണി രജതാദി ഗോ മഹിഷേ എന്ന് പറയുന്നതിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് കുറെ ചിന്തിക്കണം. സൗരാംശേ ശ്രമ വധ ഭാര നീച ശില്പേ. ഇപ്പൊ ശനിയുടെ അംശമാണെങ്കിൽ സൗരാംശ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ശ്രമം, ശ്രമം എന്ന് പറഞ്ഞാൽ പരിശ്രമം, നല്ല അധ്വാനം. വധ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊല്ലുക. എന്തിനൊക്കെ? ഈ കോഴിക്കച്ചവടം, ആട് വെട്ടല്, പോത്ത് വെട്ടല്, ഇറച്ചിക്കട, ഇതെല്ലാം കൊല്ലലാണ്. ആരാച്ചാരന്മാർ ചെയ്യുന്ന പരിപാടിയും കൊല്ലലാണ്. പട്ടാളക്കാർ ചെല്ലുന്ന വെടിവെച്ച് കൊല്ലുന്ന പരിപാടി ഉണ്ടെങ്കിലും അതും വധ എടുക്കണം. ഭാര, ഭാരമുള്ള അധ്വാനമുള്ള തൊഴിലുകള്. ഭാരം എന്ന് പറഞ്ഞാൽ ഭാരം ചുമക്കുന്ന ലോഡിങ്, അൺലോഡിങ്,
അതേപോലെ മെയ്സൺ വർക്കിന്റെ കൂടെയൊക്കെ ചെയ്യുന്നവർ, ഇതെല്ലാം നീചശില്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള വിലയൊന്നും കിട്ടാത്ത തരത്തിലുള്ള പണികള്. ഇപ്പൊ മരത്തിലുള്ള കൊത്തുപണി, സിമെന്റിലുള്ള കൊത്തുപണികള്, കല്ലിലുള്ള കൊത്തുപണികൾ, എന്തും തന്നെയാവും, അത് ശില്പമാണ്. അപ്പൊ ശനി അംശമാണെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ എടുക്കാന്നാണ് പറഞ്ഞത്. അപ്പൊ ഇത്തരത്തിലാണ് സമാനമായിട്ടുള്ള കർമ്മേശാദ്യൂഷിത സമാന കർമ്മസിദ്ധി ലഭിക്കുന്നത്. കർമ്മേശാദ്യൂഷിത സമാന കർമ്മസിദ്ധി എന്നാണ് പ്രമാണം. അപ്പൊ കർമ്മേശനായിട്ടുള്ള ഗ്രഹം ദൂഷിതമായിരിക്കുന്ന, അംശയിച്ചിരിക്കുന്ന രാശിന്റെ അധിപനെ വെച്ചിട്ട് സമാനമായിട്ടുള്ള കർമ്മസിദ്ധി ലഭിക്കുന്നു പറഞ്ഞു. കർമ്മേശാദൂഷിത സമാന കർമ്മസിദ്ധി എന്നുള്ളതിന്റെ അർത്ഥമൊക്കെ മുന്നേ നമ്മള് പറഞ്ഞു പോകുന്നു. ആർക്കാംശേ തൃണകനകോർണ ഫേഷജാദ്യോ എന്നും പറഞ്ഞിട്ടുള്ള പ്രമാണങ്ങളിൽ മൊത്തം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കുക. ഹോരാശാസ്ത്രം ഉണ്ടെങ്കിൽ ഇത് കർമ്മജീവം അധ്യായം നോക്കി ഇത് പഠിച്ചു വെക്കുക. കാണാണ്ട് പഠിക്കേണ്ടതാണ്, അധ്യായം മൊത്തം കാണാണ്ട് പഠിക്കേണ്ടതാണ്. ഇനി സപ്പോസ് ജീവാംശമാണെങ്കിൽ ധനുരാശിയാണെങ്കിലോ, ധനുരാശിയാണെങ്കിൽ ധനുരാശിയുടെ സമാന സ്വരൂപം ഉണ്ടാവും. യത് രാശ്യസ്യ സ്വരൂപ തത് വി വ്യഞ്ജയേത് ഫലം പ്രവദ്യ. നമ്മൾ ഫലം പറയുന്ന സമയത്ത് രാശിയുടെ സ്വരൂപവും കൂടി ഒരുമിച്ച് പറയണം. മത്സ്യകടി നിർമൃദൂനം സഗതം സവീണം ചാപി നരോശ്വജഘനോ. അപ്പൊ അശ്വജഘനമായിട്ടുള്ള നരനാണ് എന്ന് പറയുമ്പോൾ, വില്ലേന്തിയിട്ടുള്ള നരനാണെന്ന് പറയുമ്പോൾ, ഇത് കോട്ടക്കൊത്തളങ്ങളൊക്കെ ഉള്ള, പഴയ കാലത്താണെങ്കിൽ കോട്ടക്കൊത്തളങ്ങളും യുദ്ധം നയിക്കുന്ന യോദ്ധാക്കന്മാരെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളും കുതിരലായങ്ങളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ ഒക്കെ പറയാം. ഇന്നത്തെ കാലത്താണെങ്കിൽ ബസ് സ്റ്റാൻഡ്, നഗരത്തിലുള്ള നഗരവീഥികള്, നഗരപാതകള്, ടീച്ചിങ് ചെയ്യുന്ന സ്ഥലങ്ങള്, ക്ഷേത്രാങ്കണങ്ങള്, ആധ്യാത്മികമായിട്ടുള്ള ആശ്രമങ്ങള്, ഇതൊക്കെ പലതും ഈ വ്യാഴത്തിന്റെ ക്ഷേത്രമായിട്ടുള്ള ധനുരാശിക്ക് പറയാം. മീനരാശിയാണെങ്കിലോ ഇനിയിപ്പോ വ്യാഴത്തിന്റെ, അപ്പൊ അത് എവിടെ നിന്ന് കിട്ടും ധനലാഭം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ കടലിനോട് അടുത്ത സ്ഥലം, കാറ്റുള്ള സ്ഥലം, മീൻപിടുത്തക്കാർ താമസിക്കുന്ന സ്ഥലം, വല നെയ്യുന്ന സ്ഥലം, കപ്പലുണ്ടാക്കുന്ന സ്ഥലം, വഞ്ചി ഉണ്ടാക്കുന്ന സ്ഥലം, മത്സ്യം വിൽക്കുന്ന സ്ഥലം, ഇങ്ങനെയൊക്കെ ഒത്തിരി പറയാം. അപ്പൊ ഇത്തരത്തിൽ വ്യഞ്ചിപ്പിച്ച് നമ്മൾ അർത്ഥം കണക്കാക്കിയാലാണ് പ്രശ്നം പറയുന്ന സമയത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ജാതകം അനുസരിച്ചും ഇനി നിനക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്താൽ ഗുണമുണ്ടാകും, കാരകത്വത്തെ നോക്കി കാര്യങ്ങൾ ചെയ്താൽ കാര്യങ്ങൾ പെട്ടെന്ന് സാധ്യമാകും എന്നുള്ള രീതിയിൽ നമുക്കറിയണമെങ്കിൽ ഇത് നോക്കിയാൽ മതിയാവും. ഞാൻ എൻ്റെ പല വീഡിയോകളിലും കാരകത്വത്തിന്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞിട്ടുണ്ട്. രാശികാരകത്വം, ഭാവകാരകത്വം, നക്ഷത്രകാരകത്വം, കാലപുരുഷൻ തത്വത്തിലുള്ള ഓരോ കാരകത്വവും പഠിക്കണം. ഓരോ കാരകത്വം പഠിച്ച് വ്യഞ്ചിപ്പിച്ച് പറഞ്ഞാലേ ഫലം ശരിയാവത്തുള്ളൂ. സൗര്യം സ്വനഖദന്ത ചർമ്മ കനക എന്ന് പറയുന്ന പ്രമാണം പറഞ്ഞിട്ട് സൂര്യന്റെ ദശാകാരകത്വം പറയുമ്പോഴും പറഞ്ഞിട്ടുണ്ട്. രാശിഭേദ പ്രകരണം നോക്കണം, കർമ്മജീവ പ്രകരണം നോക്കണം. ഓരോന്നും കണക്ട് ചെയ്ത് രാശിയാധിപ ഭാവാധിപ ഇതെല്ലാം നോക്കിയിട്ട് വേണം ഫലം പറയാവുന്നൊക്കെ ഹോരയിൽ തന്നെ പലയിടങ്ങളിൽ സൂചിപ്പിച്ചു പോയിട്ടുണ്ട്. അപ്പോ നമുക്കിതിങ്ങനെ ഒറ്റ പ്ലെയിനായിട്ട് പ്രമാണം വെച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. ഈ പ്രമാണം ഇവിടെ മാത്രമല്ല ഉപയോഗിക്കാൻ പറ്റണ, ഇതും കാരകത്വം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ പ്രമാണം ഒന്നും പഠിച്ചെന്ന് വെച്ചിട്ട് കുഴപ്പമില്ല, കേസല്ല, വേസ്റ്റ് ആവൂല. പല പ്രമാണങ്ങളും വേസ്റ്റ് ആവുന്ന ഒത്തിരി പ്രമാണങ്ങൾ നമുക്ക് കാണാൻ കഴിയും എല്ലാ ഗ്രന്ഥത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റാത്തത്. പക്ഷെ പഠിച്ചു വെച്ചാൽ നമുക്ക് എവിടെ അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കിയാൽ അങ്ങനെ നമുക്കൊരു കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂട്ടി നമുക്ക് ചിന്തിച്ച് ബലം പറയാൻ പറ്റും. ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പഠിച്ചിട്ടുള്ള, ഒരു 15-16 വയസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി രണ്ടാമത് പറയുന്നു എന്നുള്ളൂ. ഇത് നമ്മൾ പല സമയത്തും ഫലം പറയുന്ന സമയത്ത് കൂട്ടിയൊക്കെ ഫലം പറയാറുണ്ട് ചില അവസരങ്ങളിൽ. അങ്ങനെയുള്ള ആളുകളാണ് നമ്മളുടെ മുമ്പിൽ വന്ന് ഫലം കേൾക്കാനിരിക്കണമെങ്കിൽ. അല്ലെങ്കിൽ പ്ലെയിൻ ആയിട്ട് പച്ച മലയാളത്തിൽ നേരെ അവൻ വന്ന കാര്യത്തിലേക്ക് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിച്ച് നിർത്തുകയായിരിക്കും പതിവ്. അപ്പൊ ഇന്നേക്ക് ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഒരിക്കൽ കൂടി വണക്കം. ഓം പരാശരേശ്വരായ.